Hello my dear students, welcome back to Marketing Management. ഇന്ന് 11ാമത്തെ സെഷനാണ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിംഗ്. എന്താണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിംഗ്? ഇപ്പോഴത്തെ നമ്മളുടെ മോഡേൺ ബിസിനസ്സിൽ ഒരുപാട് വർക്ക് അണ്ടർ പ്രഷറിലാണ് നമ്മളുടെ ബിസിനസ്സുകളൊക്കെ റൺ ചെയ്യുന്നത്. ഒരുപാട് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഭയങ്കര പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിലാണ്, വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിലാണ് നമ്മൾ നിലകൊള്ളുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുന്നത് ഒരുപാട് റിസ്ക് ഉള്ളതാണ്. അപ്പോൾ ഈ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫെയിലിയർ വരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ റിസ്കുകൾ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ പ്ലാനിങ് നടത്തുന്നു. ആ പ്ലാനിങ്ങിലൂടെ നമ്മൾ സക്സസ് എത്രത്തോളം മാക്സിമൈസ് ചെയ്യാം, ഫെയിലിയർ എത്രത്തോളം കുറയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. സോ അത്തരത്തിലുള്ളൊരു പ്ലാനിങ് ആണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്. നമുക്കറിയാം, ഏതൊരു ഓർഗനൈസേഷൻ്റെയും കോർപ്പറേറ്റ് ആയിട്ടുള്ളൊരു കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുക, സെയിൽ ഉണ്ടാക്കുക, റിസോഴ്സുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസ് നന്നായിട്ടുണ്ടാവുക, ഷെയർ പ്രൈസ് കിട്ടുക എന്നൊക്കെയുള്ളതാണ്. ഈ പറയുന്ന കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് എല്ലാം തന്നെ നമുക്ക് മാർക്കറ്റിംഗ് വഴി അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കറിയാം, പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പ്ലാനിങ്. അതായത് ഫ്യൂച്ചറിലുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് കോഴ്സുകൾ ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ, സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ കുറേ കൂടി ബ്രോഡായിട്ടുള്ള പ്ലാനാണ്. അത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷനാണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ. ഓക്കെ, അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിങ്ങിലെ ലോങ് ടേം പ്ലാനിംഗ് ആണ്. മിനിമം 5 വർഷം അതിൽ കൂടുതലാണ് ആ ലോങ് ടേം പ്ലാനിംഗ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ നമ്മൾ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു, അതനുസരിച്ചുള്ള പ്ലാനിംഗ് ആണ് നടത്തുന്നത്. ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഇത്തരത്തിൽ നമ്മൾ ലോങ് ടേമായിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നത് വളരെയധികം അനിവാര്യമാണ്. ഇതൊരു മാനേജറൽ പ്രോസസ്സാണ്. ഓക്കെ, ഇപ്പോൾ ഇതുകൊണ്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് ലോങ് ടേമിലേക്ക് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൻ്റെ ആവശ്യം, നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ് വളരെ കോംപ്ലക്സ് ആണ്, വളരെ കൺഫ്യൂസ്ഡ് ആണ്, വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഓർഗനൈസേഷൻസ് വളരെ പ്രോ ആക്റ്റീവ് ആവേണ്ടത് അനിവാര്യമാണ്. പ്രോ ആക്റ്റീവ് എന്ന് വെച്ചാൽ എല്ലാം മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രവണത അല്ലേ. അപ്പോൾ ആ ഒരു പ്രോ ആക്റ്റീവ്നെസ്, ഇപ്പോൾ ഈവൻ നിങ്ങളിലും പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഒരു നല്ലൊരു സ്കിൽ പേഴ്സൺ ആകുമ്പോൾ യു ഷുഡ് ബി പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഗുണം ഉണ്ടാവണം. അപ്പോൾ അതുപോലെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് എൻവയോൺമെൻറ്റിൽ കണ്ടറിഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ എസെൻഷ്യലാണ് ഏതൊരു ബിസിനസ്സിനും. സോ അങ്ങനെയുള്ള ഈ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് നമുക്ക് ഒരുപാട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫോഴ്സസിൻ്റെ കാരണം കൊണ്ട് ആവശ്യമായി വരുന്നു. എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഷോർട്ടേജ് ഓഫ് റിസോഴ്സസ്, ഹൈ ഇൻഫ്ലേഷൻ റേറ്റ്സ്, പ്രഷർ ഫ്രം സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഫോർ ഹൈ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതൊക്കെ കാരണമായിട്ട് വരുന്നുണ്ട് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് നടത്താനായിട്ട്. ഈ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ പിന്നെ വരുന്ന ഫാക്ടേഴ്സാണ് ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഗവൺമെൻറ് റെഗുലേഷൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി, ഇൻക്രീസ് കോമ്പറ്റീഷൻ ഇൻ ഡൊമസ്റ്റിക് ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്, അതുപോലെ സോഫോസ്റ്റിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം, നമുക്ക് അധികം ഇൻഫർമേഷൻസ് കിട്ടാതെ വരുന്നത്, ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ, ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇനി ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ ലിമിറ്റഡ് ഗ്രോത്ത് പ്രോസ്പെക്ടസ് ഓഫ് ദി ഇൻഡസ്ട്രി, പിന്നെ റിക്വയറിങ് ഡൈവേഴ്സിഫിക്കേഷൻ, മോർ കോംപ്ലക്സ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഗ്രോത്ത് ഇൻ സൈസ്, റിക്വയറിങ് ഗ്രേറ്റ് കോർഡിനേഷൻ ഓഫ് ഡൈവേഴ്സ് ആക്ടിവിറ്റീസ്, പിന്നെ ഇൻക്രീസ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ടു ലോങ് റേഞ്ച് പ്ലാനിങ്, മോർ സൊഫോസ്റ്റിക്കേറ്റഡ് ഓർഗനൈസേഷൻ സ്കിൽസ് ത്രൂ ബെറ്റർ ടെക്നിക്സ് ആൻഡ് വെൽ ട്രെയിൻഡ് മാനേജേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന്
ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് ലോങ് ടേം നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. അതായത് നമ്മളുടെ ആ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നമുക്ക് വളരെ സൂട്ടബിൾ ആണ് ഈ ഒരു സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്. ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് ചേഞ്ചസ് നടത്താനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ റിസോഴ്സുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മുടെ ഓർഗനൈസേഷൻ നമുക്ക് ഫേവറബിൾ അല്ലാതെ വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ത്രെറ്റ്സ് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോസ്റ്റ് മിനിമൈസ് ചെയ്യാനും കോമ്പറ്റീഷൻസിനെ ഫേസ് ചെയ്യാനും കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സെർവ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീറ്റീവ് എഡ്ജിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നല്ല കസ്റ്റമേഴ്സിനെ വിൻ ചെയ്യാനും നല്ല രീതിയിൽ കോമ്പീറ്റ് ചെയ്യാനും സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ മിഷൻ അത് പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കോർപ്പറേറ്റ് മിഷൻ എന്താണ്, ഓക്കെ, എന്തിനാണ് ഈ ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത്, അതിൻ്റെ ആ ഒരു സോഷ്യോ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ്, അത് നമുക്ക് ആ മിഷനിലൂടെയാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ആ മിഷൻ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കറിയാം മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റീസൺ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. നമ്മളുടെ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അത് കാണിക്കുന്നതാണ് മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഡിസ്ക്രൈബ്സ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വാല്യൂ, അതെന്താണ്, ആ വാല്യൂ എങ്ങനെയാണ് നേടാൻ ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നത്, ഇതൊക്കെ നമുക്ക് ആ മിഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, സോ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ മിഷൻസ് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ മിഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുന്നു, ആ മിഷനെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സെറ്റിങ്ങിൽ നമ്മൾ വളരെ സ്പെസിഫിക് ആയിരിക്കണം. അതിൻ്റെ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ടേംസ് ഓഫ് ടൈം ഫ്രെയിം ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് 20% ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ്, നമുക്ക് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനെക്കാട്ടിലും 20% ഇൻക്രീസ് ഓഫ് പ്രോഫിറ്റ് ഈ വർഷം വേണം എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ക്വാണ്ടിറ്റിയാണ്, ടൈം ഫ്രെയിമും കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ ഒബ്ജക്റ്റീവ്സ് ഫോം ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ റിസോഴ്സുകൾ അസസ് ചെയ്യാണ്. അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷന് ഈ പറയുന്ന ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സസാണ് ഉള്ളത്. അപ്പോൾ ആ റിസോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേമിൻ്റെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, ടെക്നോളജി, എംപ്ലോയീസ് ഇതെല്ലാം പെടും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഈ റിസോഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നു. അതാണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിലെ തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മളുടെ ഇനി നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് റിസ്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്വാട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. സ്വാട്ട് അനാലിസിസ് എന്ന് വെച്ചാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സിനെയാണ് സ്വാട്ട് അനാലിസിസ് എന്ന് പറയുന്നത്. അതിനൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനൊക്കെ ഉണ്ട്, അത് പിന്നീട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൽ ഈ SWOT അനാലിസിസിൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് നമ്മുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് കൊണ്ടും ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് കൊണ്ടും ഫോം ചെയ്യുന്നതാണ്. ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് നമുക്ക് ഫേവറബിളായിട്ട് വരുന്നുവോ അത് നമുക്ക് സ്ട്രെങ്ത് ആയിട്ടും അൺഫേവറബിളായിട്ടുള്ള വരുന്ന ഫാക്ടേഴ്സ് നമുക്ക് വീക്ക്നെസ്സസും ആയിട്ട് ഫോം ചെയ്യുന്നു. സിമിലർലി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഫേവറബിളായിട്ട് വരുന്നു അത് ഓപ്പർച്യൂണിറ്റീസും അൺഫേവറബിളായിട്ട് വരുന്ന ഫാക്ടേഴ്സ് ത്രെറ്റ്സും ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മുടെ സ്ട്രെങ്ത്ത് വെച്ചുകൊണ്ടാണ് എക്സ്റ്റേണലായിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഓപ്പർച്യൂണിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ത്രെറ്റ്സ് നമ്മുടെ റിസ്ക്കാണ്, അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ ആ റിസ്ക് ഏറ്റെടുത്ത് വേണം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ. സോ ആ രീതിയിൽ SWOT അനാലിസിസ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ്, എന്തൊക്കെ റിസ്ക് വരുന്നു, അതിനെ ഫേസ് ചെയ്യാൻ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്, ആ വീക്ക്നെസ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നോക്കുന്നതാണ് ഈ സ്റ്റെപ്പിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് മേക്കിംഗ് അസംഷൻസ്. നമ്മൾ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് പ്ലാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലാൻസ് ചെയ്യുമ്പോൾ കുറച്ച് അസംഷൻസ് ഫോം ചെയ്യണം. ആ അസംഷൻസ് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഗ്രോത്ത് റേറ്റിനെ കുറിച്ചുള്ള അസംഷൻ, ഗവൺമെൻറ് പോളിസീസിനെ കുറിച്ചുള്ള അസംഷൻ, കോമ്പറ്റീറ്റർ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള അസംഷൻസ്, ഇതൊക്കെ വെച്ചിട്ടായിരിക്കണം നമ്മൾ മാർക്കറ്റ് പ്ലാൻ ചെയ്യാൻ. പിന്നെ സെറ്റിംഗ് മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്.
നമ്മൾ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൽ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. അതിന് നമ്മൾ SWOT അനാലിസിസിൻ്റെ സഹായം തേടുകയാണ് ചെയ്യേണ്ടത്. ആ SWOT അനാലിസിസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യാൻ. ഇവിടെ നമ്മൾ ടാർഗറ്റ് കസ്റ്റമേഴ്സിൻ്റെ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ സെഗ്മെൻറ്റിലേക്കും അവരുടെ കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോം ചെയ്യുന്നത്. ഇനി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സ്ട്രാറ്റജി ത്രൂ മാർക്കറ്റിംഗ് പ്ലാൻസ്. നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക് പ്ലാൻസ് അതിനുവേണ്ടി മാർക്കറ്റിംഗ് പ്ലാൻ ഫോം ചെയ്തു. ആ പ്ലാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധിച്ച് അഡ്വർടൈസിങ് പ്ലാൻ ഉണ്ടാവും, സെയിൽസ് പ്രൊമോഷൻ പ്ലാൻ ഉണ്ടാവും, പ്രൈസിങ് പ്ലാൻ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ഉണ്ടാവും, പ്രോഡക്റ്റ് പ്ലാൻ ഉണ്ടാവും, ടാർഗറ്റ് പ്ലാൻ ഉണ്ടാവും. ഇതെല്ലാം ഓരോ സെഗ്മെൻറ്റിനും സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരു ഹോൾ മാർക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഹോൾ മാർക്കറ്റിൽ നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിക് പ്ലാനിങ് നടപ്പിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾ മാർക്കറ്റിനെ ഡിഫറെൻറ്റ് ടാർഗറ്റ് സെഗ്മെൻറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ സെഗ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ്, ആ മാർക്കറ്റിംഗ് മിക്സിൽ അതിൻ്റേതായിട്ടുള്ള പ്രോഡക്റ്റ് പ്ലാന്, അതിൻ്റേതായിട്ടുള്ള പ്രൈസിങ് പ്ലാന്, അതിൻ്റേതായിട്ടുള്ള പ്രൊമോഷൻ പ്ലാൻ, ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ, അങ്ങനെ വെച്ച് ആ ടാർഗറ്റ് മാർക്കറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അടുത്ത സെഗ്മെൻറ്റ് അതിൻ്റെ രീതിയിൽ മാർക്കറ്റിംഗ് മിക്സ് ടാർഗറ്റ് ചെയ്യും. അങ്ങനെ എല്ലാ മാർക്കറ്റിലുള്ള എല്ലാ സെഗ്മെൻറ്റിനെയും അതിൻ്റേതായിട്ടുള്ള മിക്സ് വെച്ച് ടാർഗറ്റ് ചെയ്ത് നമ്മൾ ലോങ് റണ്ണിൽ പ്രോഫിറ്റ് നോക്കുന്നതാണ് നമ്മുടെ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്. സോ ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് പ്ലാനിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അഫ്കോഴ്സ് നമ്മുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാണ് ആ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിൻ്റെ മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ നടത്തേണ്ടത്. കറക്റ്റായിട്ട് ആ സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ് മോണിറ്റർ ചെയ്ത് അത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ്, അത് പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, ആ പെർഫോമൻസിൽ അതിൻ്റെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് നമുക്ക് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്ങിലുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കസ്റ്റമറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമറിൽ ഒരേ നീഡ്സ് ആൻഡ് വാണ്ട്സിൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷനുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. സോ അത് മനസ്സിലാക്കിയിട്ട് ആ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ തന്നെ ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആക്കി മാറ്റി ഓരോ സെഗ്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് കൊടുത്തുകൊണ്ട് ലോങ് റണ്ണിൽ ലോങ് ടേമിൽ ആ ടോട്ടൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രാറ്റജിക് മാർക്കറ്റിംഗ് പ്ലാനിങ്. ഓക്കെ.